വി ഡി സതീശന് കൃത്യമായിട്ടറിയാം അയാൾക്ക് ഹൈക്കമാൻഡിൻ്റെ പിന്തുണയില്ല. കാരണം കെ സി വേണുഗോപാലിൻ്റെ മുമ്പിൽ സതീശനൊന്നുമല്ല എന്ന് വി ഡി സതീശൻ അറിയും. കാരണം സതീശൻ ഉദ്ദേശിക്കുന്ന മാഡത്തിൻ്റെ പൂർണ്ണമായിട്ട് ഞാൻ പറയാം, സോണിയാഗാന്ധി പൂർണ്ണമായിട്ട് നിശബ്ദയാണ്. അവർ അസുഖമൊക്കെയാണ്, അവരൊരു ചെറിയ ഒരു പകുതി ബെഡ് റിഡൻ കണ്ടീഷനാണ്. അവരെവിടെ ഏർപ്പെടുന്നേയില്ല. അവർ കൃത്യമായ നിർദ്ദേശം പ്രിയങ്ക ഗാന്ധിക്കും കൊടുത്തിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയാണ് നിർദ്ദേശങ്ങൾ എടുക്കുന്നത്, ഡിസിഷൻ എടുക്കുക, അതിൻ്റെ അകത്ത് ഇടപെടരുത്. ഇങ്ങനെ ഇപ്പോൾ രാഹുൽ ഗാന്ധിയിലാണ് കോൺസെൻട്രേഷൻ. അതാണ് ഞാൻ പറഞ്ഞത്, ഈ പറയുന്ന ഹൈക്കമാൻഡ് കെട്ടിയിറക്കൽ രാഹുൽ ഗാന്ധിയുടെ സപ്പോർട്ടോടുകൂടി കെ സി വേണുഗോപാൽ കേരളത്തിലെ മുഖ്യമന്ത്രി ആകുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ്സുകാരും കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്തവരും പ്രത്യേകിച്ച് മുസ്ലിം ലീഗും മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവരും ഏറ്റവും കൂടുതൽ വെറുക്കാൻ പോകുന്നവരെ കെ സി വേണുഗോപാലിനെ അല്ല, അത് നേരെ രാഹുൽ ഗാന്ധിയിലോട്ട് അങ്ങ് തിരിയും. ഇത് കോൺഗ്രസിനകത്ത് പ്രശ്നമുണ്ടാക്കും, വലിയ പ്രശ്നമുണ്ടാക്കും. ആ സന്ദർഭത്തിൽ വി ഡി സതീശൻ ഞാൻ മന്ത്രിയാകുന്നില്ല, ഞാനൊരു സാധാരണ MLA ആയി ഒരു കോൺഗ്രസ് പ്രവർത്തകനായിട്ട് മാത്രം നിന്നോളാമെന്ന് പറയുന്നു. വീണ്ടും പ്രശ്നം രൂക്ഷമാകും. അടുത്തത് ഉറപ്പായിട്ട് രമേശ് ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയില്ലെങ്കിൽ അയാൾക്ക് ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ പോസ്റ്റ് തന്നെ കൊടുക്കേണ്ടി വരും. അപ്പം നിങ്ങൾ ഉദ്ദേശിക്കണം, അപ്പം നായന്മാർ മാത്രം മതിയോ? കെ സി വേണുഗോപാൽ, വി ഡി സതീശൻ, കെ മുരളീധരൻ, രമേശ് ചെന്നിത്തല, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, എല്ലാം നായന്മാർ മാത്രം മതിയോ? ഇതൊക്കെയാണ് ഈ കോൺഗ്രസ് പാർട്ടിക്കകത്ത് വലിയ പ്രശ്നങ്ങളുണ്ട്. കാരണം ഈ പറയുന്ന എല്ലാവരും മന്ത്രിമാരാകാനിരിക്കുകയാണ്, ഞാൻ ഈ പറയുന്ന ആൾക്കാർ മുഴുവനും. അപ്പോൾ കേരളത്തിൽ കോൺഗ്രസ് പാർട്ടി നോമിനേറ്റ് ചെയ്യുന്ന 10 മന്ത്രിമാരിൽ 6-7 മന്ത്രിമാരും നായന്മാരും മാത്രം. അപ്പോൾ ഈഴവ കമ്മ്യൂണിറ്റിക്കും ബാക്ക്വേർഡ് ക്ലാസ്സിനും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കും കൊടുക്കണ്ടായോ? അതാണ് പറയുന്നത്, ഇത് കൊണ്ടുപോകുക എന്ന് പറയുന്നത് വലിയ പാടാണ്. ഈ ഒരു സന്ദർഭത്തിൽ ഹൈക്കമാൻഡ് കെട്ടിയിറക്കി കെ സി വേണുഗോപാൽ വന്നാൽ ഡേ 1 ഓൺവേർഡ്സ് പാർട്ടി ഇത് റിവോൾട്ട് ഉണ്ടാകും. പബ്ലിക് പിന്നെ സപ്പോർട്ട് ചെയ്യത്തില്ല. അതായത് കോൺഗ്രസ് നേതാക്കളുടെ കാര്യമല്ല പറയുന്നത്, ഇപ്പോൾ തന്നെ അവിടെ മത്സരിക്കുന്ന, അതായത് മത്സരിച്ച് കഴിഞ്ഞിരിക്കുന്ന, റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന പല കോൺഗ്രസിൻ്റെ കാൻഡിഡേറ്റ്സും, അതായത് MLA പോസ്റ്റ് മത്സരിക്കുന്ന അവരുടെ മേലിൽ പ്രഷറുണ്ടായിട്ടുണ്ട്. കെ സിയെ സപ്പോർട്ട് ചെയ്യരുത്, സതീശനെ സപ്പോർട്ട് ചെയ്യുക. കാരണം വോട്ട് ചെയ്ത ജനങ്ങൾക്ക് ചോദിക്കാമല്ലോ. ഇതാണ് ലീഗിലും ഉണ്ടായത്. ഈ ഒരു സന്ദർഭത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഹൈക്കമാൻഡ് ഏത് രീതിയിൽ പ്ലേ ചെയ്യും, ഇത് വലിയ കാര്യമാണ്.